ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എന്ത് കാര്യം എടുത്താലും ഈവൻ ഒരു ജോയ്ഫുൾ വീഡിയോ ആണെങ്കിൽ പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, നാളത്തെ ഒരവസ്ഥ, നാളെ ഒരു ദുരന്തം സംഭവിക്കും അല്ലെങ്കിൽ ഏത് ജോയ്ഫുൾ സ്റ്റേറ്റും ഒരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കും എന്നുള്ളിടത്ത് മനുഷ്യൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മാനസികാവസ്ഥയിലുള്ള തകരാറ് നമ്മളെ ബാധിക്കാതെ കൊണ്ടുപോകേണ്ടത് നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മൾ പറയും ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ കഷണ്ടിയാണ്, അല്ലെങ്കിൽ വേറെ പല രീതിയിൽ കറുത്തവനാണ്, വെളുത്തവനാണ് എന്നുള്ളത് മറ്റു പലരും നമ്മളെപ്പറ്റി പറയുമ്പം നമ്മൾ വേദനിക്കുന്നൊരു ഭാഗമുണ്ട്. കാരണം നമ്മൾ നോക്കണം, മറ്റൊരാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ശരീരം നമ്മുടെ നിയന്ത്രണത്തിലല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്നെ പന്നിയെന്ന് വിളിക്കുമ്പം പന്നി മലത്തിൽ കിടക്കുന്നതാണ് അല്ലെങ്കിൽ പന്നി വൃത്തികേടിൽ കിടക്കുന്നതാണ് എന്നുള്ള കൺക്ലൂഷൻ ഞാനാണ് കൊണ്ടുവരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷേ പന്നിനെ സംബന്ധിച്ചും പന്നി ഒരു മനോഹരമായ ജീവിതം ജീവിക്കുകയാണ് അല്ലേ? നമ്മളെപ്പോലെ തിന്നും കുടിച്ചും പന്നി വളരെ മനോഹരമായിട്ട്. ഈ മനുഷ്യനാണ് പന്നി വൃത്തികെട്ട രീതിയിലാണ് പന്നിയുടെ ജീവിതം നയിക്കണമെന്നും പറഞ്ഞിട്ട് മറ്റൊരാളെ പന്നിന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ മനസ്സിൽ ആ പന്നിയുടെ രൂപം കൊണ്ടുവരിക. ഇനി പോട്ടെ, നിങ്ങൾ തടിച്ചവനാണ്, നിങ്ങൾ വൃത്തിയില്ലാത്തവനാണ്, എന്തെല്ലാം രീതിയിൽ ആൾക്കാർ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ അവസ്ഥ കൊണ്ടുവന്നിട്ട് നമ്മളാണ് അവിടെ നമ്മുടെ ലൈഫിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. അതിനൊരു തീരുമാനം നമ്മൾ പോലും അറിയാതെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. എന്തിൻ്റെ പേരിലാണ്? നമ്മൾ പഠിച്ചതിൻ്റെ പേരിലാണ്. മറിച്ച് നമുക്ക് നമ്മുടെ നിലനിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കാതെ കൊണ്ടുപോകാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ട്. എത്ര ബോഡി ഷേമിങ് നടത്തിയാലും ഓക്കെ, ഐ ആം സ്റ്റിൽ ലൈവ്. കാരണം നമ്മുടെ ആ ഫ്രീഡത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ തുടർച്ചയുടെ ഭാഗം ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഈ നെഗറ്റീവ് കോൺസിക്വൻസിൽ നമ്മളും പെട്ടുപോകും. അതുകൊണ്ട് നമ്മുടെ ലൈഫിന് ആര് എങ്ങനെ നമ്മളെ ഷെയിം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഒരു അഷെയിമും ഇല്ലാതെ, കാരണം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ കൂട്ടിക്കൊണ്ടുവരിക. കാരണം വേദനിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ പറയുമ്പം എൻ്റെ ശരീരം എനിക്ക് വേദന തരുന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സ് എനിക്ക് വേദന തരുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു തീരുമാനം എനിക്ക് വേദന തരുന്നുണ്ടെങ്കിൽ അതിനെടുത്തൊഴിവാക്കണ്ടേ? എടുത്തൊഴിവാക്കിയിട്ട് നമ്മളിതിലിങ്ങനെ ആഹാ അതല്ല ജീവിതം. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞതിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ജീവിതം